ശബരിമലയിലേക്ക് എത്തുമ്പോൾ ശബരിമല സന്നിധാനത്ത് തിമിർത്ത് പെയ്യുന്ന മഴയിൽ അയ്യപ്പ ദർശന സായുജ്യം നേടുകയാണ് ഭക്തജനങ്ങൾ. സന്നിധാനത്ത് കഴിഞ്ഞ 4 ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് ഇന്നും ശമനമില്ല. കനത്ത മഴയാണ് രാവിലെ സന്നിധാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. 28,337 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. കർക്കടക മാസ പൂജ നാളുകളിൽ അയൽ സംസ്ഥാന ഭക്തരാണ് ദർശനത്തിന് കൂടുതലായി എത്തുന്നത്. പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, മഴ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭക്തജന പ്രവാഹമാണല്ലേ സന്നിധാനത്ത്? ദേവിക, രാവിലെ കനത്ത മഴയാണ് ശബരിമല സന്നിധാനത്ത്. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന മഴ ഇന്ന് പുലർച്ചെയുമുണ്ട്. ഇന്നലെ രാത്രിയിലും മഴ പെയ്തു. തോരാ മഴ എന്ന് പറയാവുന്ന കാലാവസ്ഥയാണ് കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്തുള്ളത്. പക്ഷേ മഴയൊന്നും ഭക്തജനങ്ങളുടെ സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ദർശനത്തിനുള്ള വരവിനെ ബാധിച്ചിട്ടില്ല. ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ശരാശരിക്ക് മുകളിൽ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നുണ്ട്. 28,337 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. അതിന് മുൻപുള്ള ദിവസവും 20,000-ഓളം ഭക്തജനങ്ങളും, നട തുറന്ന ദിവസം 8,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ശരാശരിക്ക് മുകളിൽ ഭക്തജനത്തിരക്കാണ് കർക്കിടക മാസപൂജാ നാളുകളിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സാധാരണ മലയാളികളാണ് ഈ മാസപൂജാ നാളുകളിൽ ധാരാളമായി എത്തുന്നതെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കർക്കിടക മാസപൂജാ നാളുകളിൽ വലിയ വർധനവുണ്ട്. ഇന്നലെ 28,337 ഭക്തജനങ്ങൾ ആകെ ദർശനം നടത്തിയപ്പോൾ അതിൽ 14,000-ഓളം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരായിരുന്നു. 6,000 ഭക്തജനങ്ങൾ മാത്രമാണ് മലയാളികൾ ഇന്നലെ ദർശനത്തിന് എത്തിയത്. ബാക്കി കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള ഭക്തജനങ്ങളാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഒപ്പം തന്നെ മഴയുമുണ്ട്. ജാഗ്രത ഭക്തജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മഴ ഉള്ളതുകൊണ്ട് തന്നെ വഴുക്കലുണ്ട്. മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം. മല കയറി എത്തുന്ന ഭക്തജനങ്ങളും ദർശനം പൂർത്തിയാക്കി തിരികെ ഇറങ്ങുന്ന ഭക്തജനങ്ങളും ഈ ഒരു സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമായതിനാൽ അതീവ ജാഗ്രതയോടുകൂടി എത്തേണ്ടതുണ്ട്. പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. പമ്പയിൽ ഇറങ്ങുന്ന ഭക്തജനങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം മല കയറി വരുന്ന ഭക്തജനങ്ങൾ ഈ വലിയ വൃക്ഷങ്ങളുടെയും മറ്റും ചോട്ടിൽ പോയി നിൽക്കാതെയും അങ്ങനെയുള്ള കാര്യങ്ങളിലും, ഒപ്പം തന്നെ വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതെയും അങ്ങനെയുള്ള ചില ജാഗ്രതാ മുന്നൊരുക്കങ്ങളോടുകൂടി മല കയറി എത്തണം എന്നുള്ള കാര്യവും ഓർക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ മഴ, നല്ല മഴയാണ് സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത്. നല്ല തണുത്ത കാലാവസ്ഥയാണ് 4 ദിവസമായി പുലർച്ചെ സന്നിധാനത്ത് ഉള്ളത്. അതീവ തണുപ്പോടുകൂടി മഴയും മഞ്ഞുമൊക്കെ കൂടിയ തണുത്ത പ്രഭാതത്തിലാണ് ശബരീശ ദർശനത്തിന് വേണ്ടി ഒട്ടനവധി ഭക്തജനങ്ങൾ ദർശന സായുജ്യം നേടി ഈ കർക്കിടക മാസ പൂജാ നാളുകളിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത്. കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്ന ദിവസമാണ്. നേരിട്ടുള്ള ദർശന ക്രമീകരണവും കൊടിമരച്ചൂട്ടിൽ നിന്നും ഭക്തജനങ്ങളെ നേരിട്ട് ദർശനം നടത്തുന്ന സംവിധാനവും, ഒപ്പം തന്നെ ഫ്ലൈ ഓവർ ഉപയോഗിച്ചുള്ള ദർശന ക്രമീകരണവും സമാന്തരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നേരിട്ടുള്ള ദർശന ക്രമീകരണം സാധാരണ മുഴുവൻ സമയവും സാധ്യമാകുന്നില്ല, ഈ തിരക്ക് കൂടുതലുള്ളതുകൊണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയവും ഫ്ലൈ ഓവർ ഉപയോഗിച്ചുള്ള ദർശനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൊടിമരച്ചൂട്ടിൽ നിന്നും ഭക്തജനങ്ങളെ ബലിക്കൽ പുര വഴി നേരിട്ട് ദർശനം ക്രമീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാന്തരമായി തന്നെ ഫ്ലൈ ഓവറിലും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ പകുതിയിലധികവും ഭാഗവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഇനി 7:30 ഉഷപൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 5-ന് നട തുറക്കും. 6:30 ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ദിവസവും പടിപൂജയുണ്ട്. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഇതാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. ഇനിയുള്ള ദിവസങ്ങളിലും വരാന്ത്യമായതുകൊണ്ട് തന്നെ ഇന്ന് വരും മണിക്കൂറുകളിലും നാളെയുമെല്ലാം ഭക്തജന തിരക്ക് ഇനിയും വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുമാണുള്ളത്. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി കർക്കിടക മാസ പൂജാ നാളുകൾക്ക് സമാപനമാകും. വലിയ തിരക്ക് വരും മണിക്കൂറുകളിലും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞുമാളികപ്പുറങ്ങളും അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലുമെല്ലാം വലിയ വർധനവുള്ള ദിവസങ്ങളാണ്. മഴ തോരാതെ തന്നെ തുടരുന്നു. തണുത്ത കാലാവസ്ഥയാണ്. നല്ല തണുപ്പാണ് സന്നിധാനത്ത്. കഴിഞ്ഞ പുലർക്കാലങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത് പോലെ സമാന്തരമായി തന്നെ തോരാ മഴയുള്ള തണുത്ത കാലാവസ്ഥയുടെ മണിക്കൂറുകളാണ് സന്നിധാനത്ത്. ആ തണുത്ത കാലാവസ്ഥയിൽ അയ്യപ്പ ദർശന സായുജ്യം നേടി. കാലാവസ്ഥയൊന്നും പ്രതികൂലമായാലും മഴയായാലും വെയിലായാലും ഒന്നും പ്രശ്നമല്ല. അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ള ആ അനുഗ്രഹ സഫലീകരണത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ഭക്തജനങ്ങൾ ഈ മഴയത്തും ഒഴുകിയെത്തി അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ജീവിതം സമർപ്പിച്ച് തിരികെ മടങ്ങുന്ന ആ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. നല്ല മഴ ഇനിയും വരും മണിക്കൂറുകളിലും മഴ ഉണ്ടാകും. ഇതേ രീതിയിൽ തന്നെ മഴ തോരാ മഴയായി തന്നെ തുടരുമെന്ന സാധ്യത കണക്കാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ് സന്നിധാനത്തുള്ളത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തോരാ മഴയാണ്. അല്പസമയം മാത്രം മഴ മാറി നിൽക്കും. പിന്നീട് മഴ തുടരുന്ന കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. ആ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു അന്തരീക്ഷ മേഘാവൃതമായ കാലാവസ്ഥ പുലർച്ചെ മുതലേ തുടങ്ങി
തുടങ്ങിയിരിക്കുന്ന മഴ ഇപ്പോഴും തുടരുന്ന കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് ഉള്ളത്. ഈ കാലാവസ്ഥയൊന്നും പക്ഷേ ഭക്തജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജാഗ്രതാ മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും മല കയറി എത്തുന്ന ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി എത്തണം എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭക്തജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ശരി മിഥുൻ.